ഹലോ ഫ്രണ്ട്സ്, ഇന്നേ നമുക്ക് ഒരു കപ്പ് കടലയും പിന്നെ ഒരു പാക്കറ്റ് നല്ല കട്ട തൈരും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. പൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എന്നാലേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനലേ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാലിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യമേ നമുക്ക് ഈ കടലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർത്തെടുത്തതാണ്. ഒരു 6 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്താൽ മതിയാവും. ഇനി അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കടലയ്ക്ക് പകരം വെള്ളക്കടല എടുത്താലും മതിയാവും കേട്ടോ, എന്നാലും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഈ കടലയ്ക്ക് മുങ്ങാൻ പാകത്തിന് വേണ്ടിയിട്ട് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 5 വിസിലൊക്കെ വേണം കേട്ടോ. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളക്കടലേക്കാളും കുറച്ചും കൂടെ വേവ് കൂടുതലാണ് ഈ ബ്രൗൺ കളറിനെ. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവുമ്പോഴേക്ക് ഒരു മസാല ഒന്ന് റെഡിയാക്കാം. അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തൈര് എടുക്കുന്നുണ്ട്. ഈ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണേ, പുളി ഇല്ലാതെ തൈര് നോക്കി എടുക്കണേ. ഈ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയേ അതുമല്ല നല്ല കട്ട തൈര് നോക്കി എടുക്കണേ. ഇനി അതിലേക്ക് ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് എടുത്തൊന്ന് കുതിർത്ത് വെച്ചതാട്ടോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടൊക്കെ നിങ്ങളുടെ പാകത്തിന് അങ്ങോട്ട് എടുത്തോളൂ കേട്ടോ. ഇനി കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 5-6 പീസ് ഉണ്ട്. ഇനി എരിവിന് ആവശ്യത്തിന് ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതായതുകൊണ്ട് ഒരെണ്ണേ ചേർത്തോളൂ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാവും. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ. അതാണ് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോഴേക്കും നമ്മുടെ ആ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചേക്ക് നമ്മുടെ കടലയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതെ, കടലയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പാകം വരെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണേ. പക്ഷേങ്കിൽ ഞാൻ ഞെക്കി ഇങ്ങനെ കാണിക്കുന്നില്ല, കാര്യം നല്ല ചൂടായതുകൊണ്ടാണ്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരിമേത്തി ഇലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കസൂരിമേത്തി ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒന്ന് വാങ്ങിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് ഈ എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഞാനൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ഒന്നും ഒരുപാട് അങ്ങിട്ട് വയറ്റി നന്നായിട്ട് കുഴഞ്ഞു പോകുന്ന ഭാഗം വരെ ഒന്ന് വയറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും. അപ്പൊ അതുവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ട ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും. ഇനി നമ്മളിവിടെ അരച്ച് മാറ്റി വെച്ചേക്ക് നമ്മുടെ തൈരിന്റെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാലേ വളരെ പെട്ടെന്ന് റെഡിയാക്കാം, എന്നാലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ട ഐറ്റമാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിലാട്ടോ ഇത് നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മുടെ കടലക്കറി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്ത് ഇതേ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പൊ ഇതാണ് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു. ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരല്പം ഗ്രേവിയോട് കൂടിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരല്പം വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പൊക്കെ ചേർത്തിട്ടുള്ളേ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. അതും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല തിക്കായിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലതേ. നല്ല ടേസ്റ്റാണ് തിക്കായിട്ട്. ഞാൻ പക്ഷെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കുമേ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കുവേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കടല ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ കടല വെള്ളത്തോട് കൂടി തന്നെയാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടേ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതിയാവും അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഈ സംഭവം റെഡിയാവേ. വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ, അധികം പണികളൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. തേങ്ങയൊന്നും അരച്ചൊന്നും ചേർക്കാതെ നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടി തന്നെ കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുത്തേക്കണേ. അപ്പോഴ് ഈ കടലക്കറി അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ സവാള ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സവാള വഴറ്റി സമയം കളയണ്ട, തേങ്ങ അരയ്ക്കണ്ട, വളരെ എളുപ്പം ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. എന്നാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണോ. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായാലേ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.